അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് വർത്തമാനം? എല്ലാവർക്കും സുഖാണോ? കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. മാഷാ അല്ലാ. ഞാനേ ഇന്ന് ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇന്ന് ഫസ്റ്റിൽ തന്നെ ചോദ്യമാണ് അല്ലേ? അങ്ങനത്തെ ചോദ്യമൊന്നും അല്ല കേട്ടോ. നിങ്ങളൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റീവായിട്ട് ആൻസർ പറയുന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കണത്. ശരി, ചോദിക്കാണ് കേട്ടോ. എല്ലാവരും ഉത്തരം പറയാൻ റെഡി ആവണേ. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വരെ നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതെന്താ? എന്താണ്? ഫോണ്. മാഷാ അല്ലാ, ടാബ് പറയുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കൂട്ടുകാർ ഫോണ് കയ്യിൽ എപ്പോഴും വേണം. എന്നാൽ ഗെയിം കുറേ കളിക്കുക, കുറേ റീല് കാണുക, കുറേ യൂട്യൂബിൽ ഷോർട്സുകൾ കാണുക, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഫോണിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മളിതിൻ്റെ ഇടയിൽ എപ്പോഴും ഫോണിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരട്ടെ. അവരുടെ മനസ്സിലൊരു മറവി എന്നുള്ളൊരു സംഭവം വരും. സ്കൂളിൽ വർക്ക് ചെയ്തത് പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. പിറ്റേന്ന് ഹോംവർക്കൊന്നും ചെയ്യാതെ സ്കൂളിൽ ചെല്ലുക. കാരണം മറന്നു പോവാണ്. വീട്ടിലെത്തിയാൽ ഫോണിൽ ഗെയിം കളിക്കാണ്. നമ്മൾ ചില കുട്ടികളെല്ലാം ചോദിക്കാറുണ്ട്, ഇക്ക എന്തിനാ ഇക്ക എപ്പോഴും ഇങ്ങനെ പഠിക്കണത്, എന്തിനാ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കലുണ്ട്. ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. ഒരു കുട്ടിപ്പൂച്ചയും ഒരു ഉമ്മപ്പൂച്ചയും. ഒരു കുട്ടിപ്പൂച്ചയും ഒരു ഉമ്മപ്പൂച്ചയും. ആ കുട്ടിപ്പൂച്ചയുടെ ഉമ്മ എപ്പോഴും കുട്ടിപ്പൂച്ചയോട് പറയും, മോളെ നീ ആ മീനൊക്കെ ഒന്ന് ആ കുളത്തിലൊക്കെ പോയിട്ട് പിടിക്ക്, എന്നിട്ട് കഴിക്ക്. അപ്പോൾ കുട്ടിപ്പൂച്ച മടി പിടിച്ചിരിക്കും. ഞാൻ കഴിക്കൂല, അമ്മ എനിക്ക് കൊടുന്നെന്നാൽ മതി, ഞാൻ അതേ കഴിക്കുള്ളൂ എന്ന് പറയും. ഉമ്മപ്പൂച്ച പാവം, കുട്ടിപ്പൂച്ച പറഞ്ഞൊന്നും കേൾക്കണില്ല. ഉമ്മപ്പൂച്ച എന്ത് ചെയ്യും? പിന്നെ മീനൊക്കെ പിടിച്ചെന്നും കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ആ പൂച്ചയുടെ ഉമ്മക്ക് എന്ത് ചെയ്തു? വയ്യാതായി. ആകെ പിന്നെ ഭക്ഷണമൊന്നും എടുത്തു കൊടുക്കാനോ അത് പിടിച്ചു കൊടുക്കാനൊന്നും കഴിയാതായി. അപ്പോൾ കുട്ടിപ്പൂച്ചക്ക് ഭയങ്കര വിശപ്പ്. കുട്ടിപ്പൂച്ച അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. അങ്ങനെ കുളത്തിൽ ചെന്ന് നോക്കിയപ്പോൾ നിറച്ച് മീനുകളുണ്ട്. പക്ഷേ പാവം നമ്മളെ കുട്ടിപ്പൂച്ചക്ക് മീൻ പിടിക്കാനറിയോ? കുട്ടിപ്പൂച്ചക്ക് മീൻ പിടിക്കാറില്ല. ഉമ്മ പറഞ്ഞ സമയത്തൊന്നും കുട്ടിപ്പൂച്ച കേട്ടിരുന്നില്ല. അവസാനം ഉമ്മാക്ക് വയ്യാതായപ്പോഴാണ് കുട്ടിപ്പൂച്ചക്ക് ഉമ്മ പറഞ്ഞതിൻ്റെ വില മനസ്സിലായത്. അതേപോലെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ മറന്നു നിന്നാലോ അല്ലെങ്കിൽ പഠനത്തിനൊരു ശ്രദ്ധ കൊടുക്കാതിരുന്നാലോ പിന്നെ നമുക്ക് വലുതായി കഴിഞ്ഞാൽ ജോലി ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ ആ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടൂല. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിട്ട് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോണിൽ കളിക്കുന്ന സമയമൊക്കെ ഇനി മുതൽ നമ്മൾ അതൊക്കെ ഒന്ന് കുറക്കണം. അതിന് കുറച്ച് സമയം ഫോണിന് കൊടുക്കാം നമുക്ക്. ബാക്കി കൂടുതൽ സമയം എൻ്റെ കൂട്ടുകാരെന്ത് ചെയ്യണം? പുസ്തകം വായിക്കാൻ കൊടുക്കണം. അതേപോലെ സ്കൂളിൽ ടീച്ചർ പറഞ്ഞത്, മദ്രസയിൽ ഉസ്താദ് പറഞ്ഞത്, ഇതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായി ആ പുസ്തകങ്ങൾ വായിക്കണം. കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോണിലുള്ള പിന്നെ പുതിയ AI കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കാം. അതല്ലാതെ എപ്പോഴും ഗെയിം കളിക്കുന്ന, നമ്മളെ മനസ്സിനെ മരവിപ്പിക്കുന്ന ആ ഒരു ഗെയിമിങ്ങിലേക്കും ആ ഒരു റീൽസ് കാണുന്നതിലേക്കും നമ്മൾ പോകാൻ പാടില്ല. അപ്പം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കുട്ടിപ്പൂച്ചയുടെ ആ ഒരു പ്രശ്നമായിരിക്കും നമുക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ആ കുട്ടിപ്പൂച്ചയാവാതിരിക്കുക. നമ്മളെപ്പോഴും ഇനി മുതൽ പഠനത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ജസാക്കമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, കുട്ടികൾ മൊബൈൽ ഫോണുകൾക്കും റീൽസ് ട്രെൻഡുകൾക്കും പിന്നാലെ പോയി സമയം കളയുകയാണ്.
വിഷമിക്കേണ്ട. കുട്ടികളിൽ കണ്ടുവരുന്ന ഈ പുതിയ ട്രെൻഡുകളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഏറ്റവും രസകരമായ ആക്ടിവിറ്റികളിലൂടെ പഠനം രസകരമാക്കാം. പീസ് റേഡിയോ ഈ മദ്രസ ജൂനിയർ ആൻഡ് ഈ മദ്രസ സീനിയർ പഠനത്തോടൊപ്പം 75,000 രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും കുട്ടികളെ കാത്തിരിക്കുന്നു. 2016 ജൂൺ 1 ശേഷം ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മദ്രസ ജൂനിയറും 2013 മുതൽ 2016 മെയ് 31 കാലയളവിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മദ്രസ സീനിയറിലും രജിസ്റ്റർ ചെയ്യാം. എൻറോൾമെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഒട്ടും സമയം കളയാതെ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി നിങ്ങളുടെ കുട്ടികളുടെ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കൂ.